സമുദ്രനിരപ്പ് ഉയരുന്നതിന് പല കാരണങ്ങളുണ്ട്. കരകൾ പലതും കടൽ കയ്യേറുന്ന റിപ്പോർട്ടുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കാണാറുമുണ്ട്. എന്നാൽ നമ്മൾ കണ്ടതും കേട്ടതും അറിഞ്ഞതും ഒന്നുമല്ല ഈ പ്രതിഭാസത്തിൻ്റെ തോത് എന്നാണ് പുതിയ കണ്ടെത്തലുകൾ. അതും ദ്വീപ സമൂഹങ്ങളെ അപേക്ഷിച്ച് നമ്മൾ കരുതിയതിലും എത്രയോ ഭീകരമായി ഈ പ്രതിഭാസം ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണത്രേ. ലക്ഷദ്വീപ്, മാലിദ്വീപ് പോലുള്ള സ്ഥലങ്ങളിൽ സമുദ്രനിരപ്പ് മുമ്പ് നമ്മൾ കരുതിയതിനേക്കാൾ എത്രയോ വേഗത്തിൽ ഉയരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മാലിദ്വീപും ലക്ഷദ്വീപും നമുക്ക് പരിചയമുള്ള സ്ഥലങ്ങളാണ്, മനോഹരമായ കടൽ തീരങ്ങളുള്ള ദ്വീപുകൾ. പക്ഷേ ഈ ദ്വീപുകളെല്ലാം ഇപ്പോൾ വലിയൊരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലെ സമുദ്രനിരപ്പ് വർഷം തോറും ശരാശരി 3.3 മില്ലിമീറ്റർ മുതൽ 13.4 മില്ലിമീറ്റർ വരെ ഉയരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇത്രയും കാലം നമ്മൾ കരുതിയതിനേക്കാൾ, ശാസ്ത്രം കരുതിയതിനേക്കാൾ വളരെ കൂടുതലാണ് ഈ കണക്ക്. ആഗോളതാപനം മൂലം സമുദ്രനിരപ്പ് കൂടുമെന്നും ഇത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നുമെല്ലാം സ്കൂൾ കാലം മുതലേ നമ്മൾ പഠിച്ചു വരുന്നതാണ്. പ്രകൃതിയെ തന്നെ വളരെ സെൻസിറ്റീവായി നിലനിൽക്കുന്ന കോറൽ ദ്വീപുകളിൽ ഇതിൻ്റെ ആഘാതം അതിഭീകരമായിരിക്കും. സമുദ്രനിരപ്പ് ഉയർന്നാൽ ഈ തീരങ്ങളിലെ പവിഴ സമ്പത്ത് എന്ന് വിളിക്കാവുന്ന കോറൽ റീഫുകളിലേക്ക് സൂര്യപ്രകാശമെത്താൻ പ്രയാസങ്ങൾ നേരിടും. ഇത് കോറൽ ബ്ലീച്ചിങ് എന്ന ഒരു പ്രതിഭാസത്തിലേക്കാണ് നയിക്കുന്നത്. പവിഴദ്വീപുകൾ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന അനേകം പ്രകൃതി ഭീഷണികളുണ്ട്. കടലിൻ്റെ താപനില അനിയന്ത്രിതമായി കൂടുന്നത്, കടലിൻ്റെ അമ്ലവൽക്കരണം, അസിഡിറ്റി കൂടുന്നത്, ഇവയെല്ലാം അത്തരം ഭീഷണികളാണ്. അതിനെല്ലാം പുറമെയാണ് പവിഴദ്വീപുകൾ ഇപ്പോൾ സമുദ്രനിരപ്പ് ഉയരുന്നത് മൂലമുള്ള ഭീഷണികൾ കൂടി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തിരകളുടെ സ്വഭാവം മാറാം, കടൽക്ഷോഭം വർദ്ധിക്കാം. ഇങ്ങനെയെല്ലാം ഇതിൻ്റെ ഭാഗമായി ദ്വീപുകൾ അനവധി പ്രശ്നങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോ തീരദേശങ്ങളിലും സമുദ്രനിരപ്പ് കൂടിയോ കുറഞ്ഞോ എന്ന് അന്വേഷിക്കുന്നത് ശാസ്ത്രലോകത്ത് പതിവാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ 1985 കാലയളവ് മുതൽ ഈ പരിശോധന നടന്നു വരുന്നുണ്ട്. ഇത് ആഗോള സമുദ്രനിരപ്പ് നിരീക്ഷണ സംവിധാനത്തോടൊപ്പം സഹകരിച്ചുകൊണ്ടാണ് നടന്നു വരുന്നത്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് ഡാറ്റകൾ പ്രകാരം ഇന്ത്യയുടെ സമുദ്രനിരപ്പ് വർഷം തോറും 3.3 മില്ലിമീറ്റർ വീതം ശരാശരി ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ആഗോള ശരാശരിയേക്കാൾ കൂടുതലാണ്. മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രം ശരാശരിക്കും മുകളിൽ താപനില ഉള്ള സമുദ്രമാണ്. അതുകൊണ്ട് തന്നെ സമുദ്രത്തിൻ്റെ സ്വഭാവം വലിയ തോതിൽ മാറ്റങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് കോറൽ ബ്ലീച്ചിങ് വർദ്ധിച്ചു വരുന്നത്. ഏറ്റവും പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് 1950-കൾ മുതൽ ഇന്ത്യയുടെ സമുദ്രനിരപ്പ് കൂടിക്കൊണ്ടേയിരിക്കുന്നുവെന്നാണ്. അതായത് സമുദ്രനിരപ്പ് അളക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കടൽ ഉയർന്നു വന്നു തുടങ്ങിയിരിക്കുന്നുവെന്നർത്ഥം. മാലിദ്വീപിലും മറ്റും സമുദ്രനിരപ്പിൻ്റെ അളവ് കണക്കാക്കുന്ന ഒരു രീതി വെച്ചാണ് ഈ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. കോറൽ മൈക്രോ ആറ്റോൾ ഉപയോഗിച്ചാണ് കണ്ടെത്തലുകൾ നടത്തിയത്. എന്താണ് ഈ കോറൽ മൈക്രോ ആറ്റോൾ? കടലിലെ ചെറിയ ഡിസ്ക് ഷേപ്പിലുള്ള കല്ലുകളാണിത്. മുകളിലെ ജലനിരപ്പിനെ ആശ്രയിച്ചാണ് ഈ കല്ലുകളുടെ വളർച്ച. പക്ഷേ ജലനിരപ്പ് ഉയരുമ്പോൾ ഇവയുടെ വളർച്ച പരിമിതമാകും. ഇവിടെ കണ്ടെത്തിയ ഒരു കോറൽ മൈക്രോ ആറ്റോൾ 1950-കളിൽ 30 സെൻറ്റിമീറ്റർ മുകളിലായിരുന്നത് പക്ഷേ ഇപ്പോൾ വെറും 20 സെൻറ്റിമീറ്ററിൽ താഴെയായിരിക്കുന്നു. സമുദ്രനിരപ്പ് വേഗത്തിൽ ഉയരുന്നതിനാൽ ഈ ദ്വീപുകൾ അപകടത്തിലാണ് എന്നൊരു സൂചനയാണ് ഈ വളർച്ചയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗവേഷകർ പറയുന്നത് പ്രകാരം ഇതുവരെ വിശ്വസിച്ചതുപോലെയല്ല, അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സമുദ്രനിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് ലക്ഷദ്വീപിലും മാലിദ്വീപിലും കഴിഞ്ഞ 60 വർഷമായി 30-40 സെൻറ്റിമീറ്റർ സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. 1990-കൾ മുതലാണ് സമുദ്രനിരപ്പ് ഉയർന്നു തുടങ്ങിയത് എന്ന ശാസ്ത്രലോകത്തിൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിക്കുകയാണ് പുതിയ ഗവേഷണങ്ങളും കണ്ടെത്തലുകളും. 1959 മുതൽ വർഷം തോറും 3.2 മില്ലിമീറ്റർ ആയിരുന്നു കടൽ ഉയർന്നിരുന്നതെങ്കിൽ കഴിഞ്ഞ 20-30 വർഷങ്ങളായി ഇത് പ്രതിവർഷം 4 മില്ലിമീറ്റർ എന്ന തോതിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇതും ഒരു അപകടാവസ്ഥയെയാണ് കാണിക്കുന്നത്. സമുദ്രനിരപ്പ് ഉയരുന്നത് എന്തുകൊണ്ടാണ്? ജലവാതകങ്ങൾ, ഗ്ലോബൽ വാർമിംഗ്, ഹിമാനികൾ ഉരുകുന്നത്, ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഇങ്ങനെ കേവലം ഒരു പ്രകൃതിദത്ത പ്രക്രിയ മാത്രമല്ല ഇതിനു പിന്നിലെ കാരണം. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളും ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. പുക, വ്യവസായങ്ങൾ, മലിനീകരണം, ഡീഫോറസ്റ്റേഷൻ ഇവയെല്ലാം സമുദ്രനിരപ്പ് ഉയരാൻ ഇടയാക്കുന്നുണ്ട്. കേരളത്തിലും സമുദ്രനിരപ്പ് ഉയരുന്നത് ഒരു പ്രധാന ഭീഷണിയാണ്. തീരപ്രദേശത്തിൻ്റെ 55% ഇതിനകം തന്നെ മണ്ണൊലിപ്പിനും വെള്ളപ്പൊക്കത്തിനും ഇരയാണ് കേരളത്തിൽ. ഏതാണ്ട് 93 ലക്ഷത്തിലധികം ആളുകളെയും കൊച്ചി, തിരുവനന്തപുരം പോലുള്ള പ്രധാന നഗരങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണിത്.
ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശമായ കുട്ടനാട് മേഖലയടക്കമുള്ള സ്ഥലങ്ങൾ അപകട സാധ്യതയിലാണ്. ഉയരുന്ന കടൽക്ഷോഭവും ഇടയ്ക്കിടെയുള്ള കൊടുങ്കാറ്റുകളും കേരളത്തിൻ്റെ തീരപ്രദേശത്ത് കടുത്ത മണ്ണൊലിപ്പിന് കാരണമാകുന്നു. തീരദേശ നഗരങ്ങളിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളും റോഡ് ശൃംഖലകളുമെല്ലാം വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട്. ഇത് കാര്യമായ നാശത്തിന് കാരണമാകും. 2022 കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള കേരള സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ പറയുന്നത് സമുദ്രനിരപ്പ് 1 മീറ്റർ ഉയർന്നാൽ കൊച്ചി മേഖലയിലെ 169 കിലോമീറ്റർ സ്ക്വയർ പ്രദേശം വെള്ളത്തിനടിയിലാകുമെന്നാണ്. 2050 ആകുമ്പോഴേക്ക് കേരളത്തിലെ പല നഗരങ്ങളും ഉൾപ്പെടെ ഇന്ത്യൻ തീരത്തിൻ്റെ ഒരു പ്രധാന ഭാഗം വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യതയും കണക്കുകൂട്ടുന്ന പഠനങ്ങളുണ്ട്. മാലിദ്വീപ് എന്ന രാജ്യം ലോകത്തിലെ ഏറ്റവും താഴ്ന്ന ദ്വീപ് സ്ഥലങ്ങളിൽ ഒന്നാണ്. സമുദ്രനിരപ്പ് 1 മീറ്റർ പോലും ഉയർന്നാൽ മിക്ക ദ്വീപുകളും വെള്ളത്തിനടിയിലാകും. ലക്ഷദ്വീപിലും സാഹചര്യം വ്യത്യസ്തമല്ല. മത്സ്യബന്ധനം, ടൂറിസം എല്ലാം ഇവിടങ്ങളുടെ ആത്മാവാണ്. ഇവിടുത്തെ ജനതയുടെ ജീവനോപാധിയാണ്. പക്ഷേ അവയെല്ലാം അപകടത്തിലാകുന്ന പ്രവണതയാണിത്. കോറൽ ദ്വീപുകളെ സംരക്ഷിക്കാൻ പദ്ധതികൾ ആവശ്യമാണ്. കൂടാതെ ജലവാതകങ്ങൾ കുറക്കാൻ പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം. പക്ഷേ ഇതൊന്നും ഒരൊറ്റയാൾ പരിശ്രമം കൊണ്ട് നടക്കില്ല. ലോകമെമ്പാടുമുള്ള സഹകരണം വേണം. ലോകത്തിലെല്ലായിടത്തും സമുദ്രങ്ങളുണ്ട്, എല്ലായിടത്തും ദ്വീപ സമൂഹങ്ങളുണ്ട്, എല്ലായിടത്തും പക്ഷേ സമുദ്രനിരപ്പ് ഉയരുന്നത് ഒരുപോലെയല്ല. ആഗോള മാതൃകകൾ മുൻനിർത്തി ഈ പ്രശ്നത്തിന് പരിഹാരങ്ങൾ സാധ്യമാണ് എന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. തീരദേശ സംരക്ഷണത്തിന് കോൺക്രീറ്റ് ചുവരുകൾ പണിയാം, പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കടൽ ജലത്തിൻ്റെ താപനിലയും മറ്റും നിയന്ത്രിക്കാം. പക്ഷേ അതൊന്നും കുറച്ചുപേർ മാത്രം തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല. പോളിസി തലത്തിൽ തന്നെ മാറ്റങ്ങൾ വരേണ്ടതാണ്.